1 കൊരിന്ത്യർ 14-5 എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? അന്യഭാഷകളിൽ സംസാരിക്കണം. അത് കിട്ടാത്തവർ ഇന്ന് കൊതിച്ചോണ്ടിരിക്കണം. നിനക്ക് ആദ്യം ഭാഷാവരം ദൈവം തരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ പൗലോസ് പറയാ, കൊരിന്തിലുള്ളവരോട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? അന്യഭാഷകളിൽ സംസാരിക്കണം. അതവിടെ നിർത്തിയിട്ട് 18-ാം വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത്. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷ സംസാരിക്കുന്ന ആളാണ് കേട്ടോ. അപ്പൊ അന്യഭാഷ പറയുന്നവനെ അന്യഭാഷയെ കുറിച്ച് പ്രസംഗിക്കാൻ മിണ്ടുന്നില്ല. അന്യഭാഷ പറയാത്തവൻ പറയും അന്യഭാഷയുടെ ഒന്നും ആവശ്യമില്ലെന്ന് പറയും. ഇനി പൗലോസ് പറയാ, നിങ്ങളെക്കാൾ അധികം ഞാൻ എന്ത് ചെയ്യുന്നു? അന്യഭാഷ പറയുന്നു ദൈവത്തിന്. ഇനി 14-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ വന്നേ, നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. വിശേഷാൽ പ്രവചിക്കണം. അന്യഭാഷ കൊണ്ട് നിൽക്കരുത്, നിങ്ങൾ പ്രവചിക്കണം. എന്തുവാ? പ്രവചിക്കണം. ഒരു നല്ല ഹാല്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? പ്രവചിക്കണം. അങ്ങനല്ലയോ? നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ എല്ലാവരും അന്യഭാഷയെ സംസാരിക്കണം. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? പ്രവചിക്കണം. അന്യഭാഷ കൊണ്ട് നിർത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടേ? ദൈവാത്മാവ് പറയുക, ആ തലത്തിൽ നിന്ന് പ്രവചിക്കുന്ന തലത്തിലേക്ക് ഉയരണം. അപ്പൊ എല്ലാരും പ്രവചിക്കണം. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിലെ 40 ലക്ഷത്തെ വിടുവിച്ചോണ്ട് പുറത്തിറങ്ങിയത് മോശയാ. ദൈവം മോശയാ ഉപയോഗിച്ച്. ഒരു കഴിവില്ല സത്യത്തിൽ. നാട്ടുകാർ പറയുന്ന വിക്കനാന്ന. സ്തോത്രം. ശ്രദ്ധിക്കണം. മോശ ഒരിക്കൽ ദൈവത്തോട് അങ്ങ് പരാതി പറഞ്ഞു, കർത്താവ് എനിക്ക് ഇവരെ വഹിക്കാൻ പറ്റുകയില്ല. 1000 നമുക്ക് വഹിക്കാൻ പറ്റുന്നില്ല, അപ്പൊ 40 ലക്ഷത്തെയോ പറ പറ്റുമോ? മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് വയ്യ. സ്തോത്രം. ഒരു കൊച്ചിനെ എടുത്തോണ്ട് നടക്കുന്നില്ല, ഞാനെന്മാരെ എടുത്തോണ്ട് നടക്കുക. എനിക്ക് വയ്യ, എനിക്ക് വഹിക്കാൻ വയ്യ. ദൈവം പറഞ്ഞു, പേടിക്കണ്ട, ഒരു 70 പേരെ വിളിച്ച് കൂടാരത്തിന് മുമ്പിൽ കൂട്ടാം. നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിൽ കുറെ എടുത്ത് 70 പേരുടെ മേലെ കൊണ്ടുപോകുക, അവർ വഹിച്ചോളൂ. ദൈവത്തിന് എല്ലാത്തിനും പരിഹാരമാണ്. ഉടനെ 70 പേര് ദൈവത്തിന് സ്തോത്രം സമാഗമന കൂടാരത്തിന് മുമ്പിൽ വന്നു. മോശയുടെ മേലിരുന്ന ആത്മാവിൻ്റെ കുറെ എടുത്ത് ഈ 70 പേരുടെ മേലോട്ട് പകർന്നു. അവരെല്ലാം പ്രവചിക്കുന്നു. അന്നേ സമയത്ത് ഒരു കാര്യം ഉണ്ടായി, ഈ 2 പേർക്ക് അവിടെ വരാൻ പറ്റിയില്ല. അവരെവിടായിരുന്നു? അവര് പാളയത്തിലായിരുന്നു, അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ അവര് അവിടെ കിടന്ന് എന്തോ ചെയ്യാൻ തുടങ്ങി? പ്രവചിക്കാൻ തുടങ്ങി. അത് ആരൊക്കെയാന്ന് പറയാമോ? പാസ്റ്റർ പറയല്ലോ. ഇപ്പൊ സമ്മാനം കൊടുക്കാൻ പോവാ. എന്നാ പിന്നെ നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം. അതിലുണ്ട് എൽദാദും എൽദാദെന്നും മറ്റവന് മേദാദെന്നും പേർ. അവര് പാളയത്തിൽ കടന്ന് പ്രവചിച്ചു. ഉടനെ മോശ 2 ആൾക്കാർ ചെന്ന് പറഞ്ഞു, മോശേ ശാസിക്കണം, 2 പേര് പാളയത്തിൽ പ്രവചിക്കുന്നുണ്ട്. ഉടനെ മോശ പറയുക, എൻ്റെ ജനമെല്ലാം പ്രവാചകരാകണമെന്ന്. അതിന്റെ 28-ാം വാക്യം വായിച്ചേ. 11:28. എന്നാറേ നൂന്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷകനായിരുന്ന യോശുവ. 28. 29 വായിരേ. മോശ അവനോട്, എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും പ്രവാചകന്മാരാകുകയും യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. കൊതി മുഴുവൻ എൽദാദും മേദാദും അല്ല, ജനം മുഴുവൻ പ്രവാചകരാകണം. ഒരാമയും വരുന്നില്ല. അപ്പൊ അന്യഭാഷ കൊണ്ട് നിൽക്കരുത്. സ്തോത്രം. അടുത്ത തലത്തിലേക്ക് കയറണം. പ്രവചന വരം വാഞ്ചിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തേച്ച് പറ, പ്രവചന വരം വാഞ്ചിക്കണമെന്ന് പറ. സ്തോത്രം. ഈ പൗലോസിനെ കുറിച്ച് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ എഴുതിക്ക, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു. എന്നാ വെളിപ്പാടാ!
ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചെറുതോട് ദൂത് പറയാം, ഒരു സഭയുടെ സൗന്ദര്യം പണിതെടുത്ത ഭിത്തികളുള്ള ഹോളല്ല, ദൈവമക്കളുടെ വ്യാപരിക്കുന്ന കൃപാവരമാണ്. ഒരാമയും വരുന്നില്ല. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, അപ്പൊ ഈ വെളിപ്പാടുകൾ കൊണ്ട് ഇതിനകത്തിരിക്കുന്ന ചിലർ നിറയട്ടെ, പ്രവചന വരം കൊണ്ട് ചിലർ ഇതിനകത്ത് നിറയട്ടെ. എത്ര പേര് അതിന് ആമീൻ പറയും? ഇതുവരെ നിന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ലാത്ത വലിയ ശുശ്രൂഷ ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം കൈമാറട്ടെ. ഞാനൊരു ആത്മാവിലൊരു കാഴ്ച കണ്ടോണ്ടായി ഈ ദൂത് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ വീടിന്റെ അന്തരീക്ഷത്തിൽ പോരാടുന്ന ദുഷ്ടശക്തി പൊട്ടണമെങ്കിൽ നിന്നിൽ ഇച്ചിരി കൃപാവരം കൂടെ വെളിപ്പെടണം. ഇന്ന് പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് നിന്റെ അകത്ത് ജ്വലിപ്പിക്കുന്ന കൃപാവരം യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. ഞാൻ എന്താന്ന് ഇച്ചിരി നേരം ഒന്ന് പറഞ്ഞു വന്നേച്ചത്, ഇച്ചിരുടെ കഴിയുമ്പോൾ ഇവിടെ വലിയ അന്തരീക്ഷം പൊട്ടും. പക്ഷെ ഇത് നിങ്ങളുടെ അകത്തോട്ടൊന്ന് കയറണം. അപ്പൊ അന്യഭാഷ പ്രാപിച്ചവൻ അതുകൊണ്ട് നിൽക്കരുത്, കൊതിക്കണം. എന്തിനാ? പ്രവചന വരം. പല വരങ്ങളുണ്ട്, 12 or 13 വരങ്ങളും പിന്നെ വിശേഷ വരങ്ങളും ഉണ്ട്. സ്തോത്രം. അതൊന്നും ഇപ്പോൾ വിവരിക്കുന്നില്ല, നിങ്ങൾ എന്നെ നോക്കിക്കേ. അപ്പം ഇപ്പൊ പൗലോസ് പറയുകയാണ്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. പൗലോസ് പറയാം, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയും, 14 സംവത്സരം മുമ്പ് അവൻ 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ശരീരത്തോടെയോ അല്ലാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, അവിടെ ഉച്ചരിച്ചുകൂടാത്ത ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ദൈവത്തിന് സ്തോത്രം. ആർക്കും ഇല്ലാത്ത ചില സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഈ ദിവസങ്ങളിൽ നിനക്കുണ്ടാകാൻ പോവാ. ആരും പ്രാപിക്കാത്ത കൃപാവരങ്ങളുടെ തലങ്ങൾ, ഓ യേശുവിന്റെ നാമത്തില്. ഇവിടെ ഇരിക്കുന്ന ചിലരെ പ്രവാചക അഭിഷേകത്താൽ നിറയ്ക്കാൻ, ചിലർക്ക് വെളിപ്പാടുകളുടെ വരങ്ങൾ തരാൻ. സ്തോത്രം. എന്നോട് കർത്താവ് ആഗ്രഹം പറയുന്ന അവൻ ആത്മീക ദൂതൂടെ പറയാം, ചില വീടുകളുടെ അന്തരീക്ഷം മാറാൻ പോവാ. നിന്റെ വീട് കഴിഞ്ഞ വർഷവും നീ പെയിന്റ് അടിച്ചതാ, പക്ഷേ ദൈവാത്മാവ് പറയുക, ആ പെയിന്റ് അടിച്ചപ്പോഴും നിന്റെ വീടിന്റെ ഉള്ളിലെ അന്ധകാരം പൊട്ടിയില്ല. പക്ഷെ ഇന്ന് നിന്നെ ഇവിടുന്ന് കൃപകളും വരങ്ങളും കൊണ്ട് നിറച്ച് നിന്റെ വീടിനകത്തേക്ക് മടങ്ങിച്ച് ചിലരെ കൃപാവരങ്ങൾ കൊണ്ട് ദൈവം നിറയ്ക്കുന്നു, ചിലരെ വെളിപ്പാടുകൾ കൊണ്ട്. യെസ്, മനസ്സിലൊന്ന് ആഗ്രഹിച്ച കർത്താവേ, പുതിയ വരമെനിക്ക് തരണം, പുതിയ കൃപ എനിക്ക് തരണം. നമുക്ക് വാക്യത്തിലോട്ട് പെട്ടെന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുകയാണ്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ശൂലമൊക്കെ കിട്ടിയെന്ന് വിചാരിച്ച് പ്രേയർ നിർത്തരുത്. എന്താ മിണ്ടുന്നില്ല? എൻ്റെ പാസ്റ്ററെ ഇത്രയും നാള് പ്രാർത്ഥിച്ചു. പൗലോസിന് ജഡത്തിൽ കിട്ടിയ ശൂലത്തെക്കുറിച്ച് വേദപഠിതാക്കളിൽ പല അഭിപ്രായമുണ്ട്. ഒരഭിപ്രായം കണ്ണിന് പ്രശ്നമുണ്ടെന്നാ. ദൈവത്തിന് സ്തോത്രം. എന്തു ആയിക്കൊള്ളട്ടെ, ശൂലം എന്ന് പറഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറാത്തൊരു രോഗമായിരിക്കും. ഞാൻ തുടക്കത്തിലേ പറയാം, എല്ലാ രോഗവും മാറണമെന്ന് നിർബന്ധം ഇല്ല. ചില രോഗമുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ കൃപ വ്യാപരിക്കും. ഒരാമ്യം വരുന്നില്ല. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, പ്രാർത്ഥനയിൽ കൂടെ സൗഖ്യം പ്രാപിച്ചിട്ടുള്ളവരെന്ന് കൈപൊക്കിക്കേ. 2 കൈയും പോക്ക വേണം, മൊത്തം പേരും താത്തിട്. ഇന്ന് വരെ സൗഖ്യമാകാത്ത രോഗങ്ങളുള്ളവർ കൈപൊക്കിക്കേ. പൊക്കിക്കോന്നേ. എനിക്കല്ല സൗഖ്യമായിട്ടില്ല, അതുകൊണ്ടാ ഞാൻ പൊക്കി പിടിച്ചേക്കുന്നത്. പറ. നന്നായിട്ട് ഇങ്ങനല്ല, ഇങ്ങനെ. ഞാൻ തോന്നു പറയുക. സ്തോത്രം. നിങ്ങളുടെ രോഗം സൗഖ്യമാവുന്നിടം വരെ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്നും പ്രാർത്ഥിക്കും, അടുത്ത ആഴ്ചയും പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒട്ടും പുറകോട്ട് പോകുകയല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ രോഗം സൗഖ്യമാകും. അപ്പൊ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ, ഒന്ന് വായിച്ചു തരാമോ? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ. ഇത് വെളിപ്പാട് കൂടുമ്പോ ഇച്ചിരി നിഗളം വരാൻ ഒരു സാധ്യതയുണ്ട്. ഇവിടെ പൗലോസ് പറയാം, എനിക്ക് ഭയങ്കര വെളിപ്പാടാ. ശ്രദ്ധിച്ചിട്ടെ, ഈ പൗലോസ്, ഞാൻ ഇന്നാളി പ്രസംഗിച്ചൊരു ഭാഗം വായിക്കാനൊന്നും നേരം എടുക്കുന്നില്ല. ഫിലിപ്പോസ് എന്ന സുവിശേഷകനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവന്റെ വീട്ടില് അഗബോസ് എന്ന് പറയുന്ന പ്രവാചകൻ വന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അഗബോസ് എന്ന് പറയുന്ന ഈ വേദപുസ്തകം പഠിച്ച മുഴുവൻ പ്രവാചകന്മാരാ. അബ്രഹാം എന്തുവായിരുന്നു? പ്രവാചകനായിരുന്നു, ഇല്ലയോ? അബീമലേക്ക് സാറായിയെ വിളിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്നപ്പം ദൈവം രാത്രി വന്നേച്ച് പറഞ്ഞു,
അവളെ തിരിച്ചു വിട്ടോ, അവനൊരു പ്രവാചകനാ. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ എഴുതിയത്, എന്റെ അഭിഷക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും വരുത്തല്ലേ. വേണ്ടുന്നില്ല. ബൈബിള് പഠിച്ചാൽ കൃപാവരങ്ങളുടെ കലവറയാ ബൈബിൾ. ഇതെന്താ ജനത്തിന്റെ തലേ കയറാത്തതെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. കുറച്ചു ദിവസം കൃപാവരത്തെ കുറിച്ചാണ് ഇനിയും പറയാൻ പോകുന്നത്. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ അകത്ത് ഇതുവരെ വെളിപ്പെടാത്ത കൃപാവരങ്ങൾ ഇന്ന് വെളിപ്പെടണം.